വിലായത് ബുദ്ധ നമ്മുടെ പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രം. അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഇത് കാണാം. പുഷ്പ പോലെയാണല്ലോ തുടങ്ങുന്നത്. കറക്റ്റ് പുഷ്പയുടെ ട്രെയിലറിന്റെ ഒരു വൈബ് അടിച്ചേട്ടാ. അത് ആദ്യം പറയണത്. പ്രിമിസസ് ഓൾമോസ്റ്റ് സെയിം ആണ്, അതുകൊണ്ടാകാം. സൂപ്പർ ഷോട്ട് ആക്കുന്നുണ്ട്. ഡബിൾ മോഹൻ ഗർഭിണികളെ കയറ്റിയും കോഴിച്ചോറ് വെച്ച് ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് കുറെ കടത്തിയതല്ലേ. ചന്ദനം യശോധാവല്യം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ശുഭ്രനിറത്തിൽ വിലസി നിൽക്കുന്ന എന്നർത്ഥം. ഈ സെയിം എക്സാക്ട് ഒരു ഷോട്ട് ഉണ്ട് പുഷ്പ ട്രെയിലറിനകത്തുള്ള സിനിമയിലുണ്ട്. അങ്ങനെയാണ് അതിനെ കാണിക്കുന്നത്. ഇനി ഇടപാട് നമ്മൾ തമ്മിലാ. ഒരിടത്തിന്റെ ഉടമ ഇതിൽ കക്ഷിയല്ല. ഞാൻ വില പറഞ്ഞ് ഉറപ്പിച്ച ഇടപാടുകളിലുണ്ടെങ്കിൽ തല കൊണ്ടിട്ടാ ആ തല ഞാൻ എടുക്കും. വിളയണം. സുരാജേട്ടനൊരു പ്രൊമനന്റ് റോളിലുണ്ടല്ലോ. വെളച്ചിലെടുക്കല്ലേ. മലയമോഹനും അന്നും ഇന്നും ഇവിടെ തന്നെ ഉണ്ട്. പണിവരം കിടക്കുന്നവരുടെ മോഹന. ജെക്സ് ബിജോയ്, ജയൻ നമ്പ്യാർ, വിലായത് ബുദ്ധ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനിയും റൗണ്ട് ഇതില് കൊളുത്തറ. നവംബർ 21 ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ പുഷ്പയുടെ അത് ഇന്റർനാഷണൽ, നമ്മൾ പറയും ലോക്കൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസിൽ ചെയ്ത ഒരു പക്കാ മാസ് പടം. പക്ഷെ ഇത് അത്രയും വലിയൊരു പുഷ്പയുടെ കീഴിലെ ബോംബ്ലാസ്റ്റിക് പടമാണെന്നോ അല്ലെങ്കിൽ അതിന്റെ കഥ അടിപൊളിയാണെന്നോ അല്ല. എന്നാൽ പോലും അത് ഭയങ്കര വലിയ സ്കെയിലിൽ ചെയ്തത് തന്നെ ഓൾമോസ്റ്റ് സിമിലർ ഒരു ടെറൈൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സ്ഥലത്ത് അങ്ങനെ തന്നെ തോന്നി. ആ സിനിമയിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു കാടിനെ കാണിക്കുന്ന ഷോട്ട്, ഈ പറഞ്ഞ പോലെ ആ ചന്ദനമരം കാണിക്കുന്ന ഷോട്ടൊക്കെ എക്സാക്ട് പുഷ്പയുടെ ട്രെയിലറിനകത്തും ആ സിനിമയിലും ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ ലാസ്റ്റ് എമ്പുരാൻ ആൻഡ് ഗുരുവായൂർ അമ്പലനടയിലാണ് പുള്ളി നായകനായിട്ട് വന്നൊരു പടം അല്ലേ. അതിനുശേഷം ഇപ്പോഴാണ് ഒരു പടം വരുന്നത്. കുറേ ആയി ഒരു പടം വന്നിട്ട്. ബട്ട് ഇത് ഔട്ട് ആൻഡ് ഔട്ട് ഒരു കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. നല്ലൊരു അടിപ്പടം തന്നെയാണ്. പൃഥ്വിരാജ്, നമ്മുടെ ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുണ്ട്, പൃഥ്വിരാജ് രാജുവേട്ടൻ എപ്പോഴും അല്ലെങ്കിൽ പോലും ആക്ഷൻ പടങ്ങൾ ചെയ്യണമെന്ന്. ഇത് അങ്ങനത്തെ ഒരു ആക്ഷൻ പടം. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ബെസ്റ്റ് സെല്ലിംഗ് നോവലിനെ ബേസ് ചെയ്തിട്ടൊരു കഥയാണ്. അതുപോലെ ഡയറക്ടറിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡെബ്യൂ ആണ് ഈ ഒരു പടം. പക്ഷെ അത് ഒരുപാട് നമ്മുടെ സച്ചി സാറ് ഈ പൃഥ്വിരാജിന്റെ കൂടെ അദ്ദേഹത്തിന്റെ തന്നെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണ്. പിന്നെ ഈ ഒരു കഥ ഭയങ്കര വലുതാണ്. അതിന്റെ ഒരു പുതുമുഖ സംവിധാനം എടുക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ ഞാനത് കണ്ടില്ല. അങ്ങനത്തെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ എടുക്കുന്ന രീതിയിൽ വലിയൊരു ക്യാൻവാസിൽ തന്നെ എടുത്തേക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ ജെക്സ് ബിജോയ് ആണ്. അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഇതിനെപ്പറ്റി ഇപ്പം റീസെന്റ് വരുന്ന എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം നമ്മൾ അനിരുദ്ധ് എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം ഉള്ളിടത്ത് അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ സാധനങ്ങൾ കാണാറുണ്ട്. അത് ഇതിനകത്തും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡെഫിനറ്റ്ലി ടെക്നിക്കലി നല്ല ബ്രില്യൻ. എനിക്ക് എസ്പെഷ്യലി അതിന്റെ വിഷ്വൽ സൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലനായിട്ടാണ് ക്യാമറ ഇതായിക്കോട്ടെ, ക്യാമറ യൂസ് ചെയ്തേക്കുന്ന വിധവും ആംഗിൾസ് ഒക്കെ കിടിലനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിന്റെ പുഷ്പ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. എന്നാൽ പോലും അതുമായിട്ടൊരു കമ്പാരിസൺ എന്തായാലും വരും. ഒരു ഫസ്റ്റ് ഡേ വരുമ്പോൾ റിവ്യൂസ് ചോദിക്കും ഇത് പുഷ്പ പോലെ ആണോ എന്നുള്ളതായിരിക്കും. റിവ്യൂ ചോദിക്കുന്ന ആളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ ആയിരിക്കും. പക്ഷെ ഇതൊരു കംപ്ലീറ്റ്ലി വേറൊരു കിടിലൻ പടം.
അജുവിൻ്റെ കുറേ നാളുകൾക്ക് ശേഷം വരുന്നൊരു പടം, നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ട്രെയിലർ കണ്ടിട്ട് വർത്തിനുള്ള തിയേറ്ററിൽ ഓളം വെക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു വിഷ്വൽ ട്രീറ്റ്, ഒരു മാസ് ഓഡിയൻസിന് പറ്റിയ കൈയടിക്കാനുള്ള വിസിലടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉള്ളൊരു മാസ് എൻ്റർടൈനർ ആകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാം.